Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. മാനേജർ ആക്ടിവിറ്റി ചെയ്യാൻ തയ്യാറായിട്ടാണോ വരുന്നിരിക്കുന്നത്? അതെ മാം. ഏതാണ് ആക്ടിവിറ്റി പറഞ്ഞിരുന്നേ? സൈലൻസ് ഗെയിം. സൈലൻസ് ഗെയിം. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് എടുക്കട്ടെ അത്. ഓക്കെ മാം, അതിന്റെ ഡെമോ മാത്രം കാട്ടെ, കുട്ടികളൊന്നും ഇല്ല, നമ്മള് ജസ്റ്റ് ഇങ്ങനെ പറയണ പോലെ വീഡിയോ പോരെ? മതി 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 മതി. കുട്ടികളോട് ഇരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കില്ല. ഇരിക്കണില്ല, കുട്ടികളുണ്ട് പക്ഷെ അവരിയ്ക്കണില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കണില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ മാം പറഞ്ഞോളാം. എനിക്ക് അങ്ങനെ ചെയ്തിട്ട് അറിയാത്ത കാരണം. അത് സാറില്ല, തെറ്റൊക്കെ വരുന്നതാണ്, അതൊന്നും കുഴപ്പമില്ല. തെറ്റ് ശരിയെന്നൊന്നും ഇല്ല നമ്മുടെ കയ്യില്. ഓക്കെ, ഫോൺ ക്യാമറ ഒന്ന് റെഡി ആക്കട്ടെ. ലൈറ്റ് വരുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ട് ലൈറ്റ്. ഓക്കെ ആണോ? കുറച്ചും കൂടി ലൈറ്റ് കാണുന്നുണ്ട്, ലൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് മാം. അവിടെ നിന്നാ മതി തോന്നുന്നു, അവിടെ നിന്നാ മതി. ഓക്കെ ആണോ? കാണുന്നുണ്ടോ? കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി നിക്കോ. നേരത്തെ മതി മതി, കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം? സ്റ്റാർട്ട് ചെയ്തോളൂ. Good evening, dear children. How are you? You're fine. Let's start our game. നമ്മൾ ഇന്നൊരു പുതിയ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? ഗെയിമിന്റെ പേരാണ് സൈലൻസ് ഗെയിം. ആ വേർഡിൽ തന്നെ നമുക്കറിയാം എന്താണ് സൈലൻസ് ആയിട്ട് ഇന്ന് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം കാണാം. നമ്മൾ ഏത് വേർഡിനെ കുറിച്ച് നമ്മൾ കളിക്കാൻ പോകുന്ന ആ ഗെയിമിന്റെ പിക്ചർ ഞാനൊന്ന് കാട്ടിത്തരാം. ഇതാണ് സൈലൻസ്. ഗെയിമിന്റെ പേരാണ് സൈലൻസ് ഗെയിം. സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മിണ്ടാതെ നിശബ്ദമായിട്ടിരിക്കണം. നമ്മൾ എപ്പോഴും സൈലൻസ് കീപ്പ് ചെയ്യണം. കാണുന്നില്ലേ മാം കാർഡ്? സൈലൻസ് എഴുതിയിരിക്കുന്നത് ചെറുതായിട്ട് കാണാം, കുഴപ്പമില്ല. കാണുന്നുണ്ട്, പിങ്ക് കളറില്. അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിമിന്റെ പേര്, സൈലൻസ്. അപ്പൊ നമ്മളിനി എന്ത് വേണം? നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കണം നമ്മൾ ക്ലാസ്സിൽ, എന്നാലും നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ പിക്ചർ കാട്ടിത്തരാം. ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾ സൈലന്റ് ആയിട്ട്, അധികം വർത്തമാനം പറയാണ്ട് നമ്മൾ സൈലന്റ് ആയിട്ട് പിക്ചർ എന്താന്ന് നിരീക്ഷിക്കണം. പിക്ചർ കാണുന്നുണ്ടോ മാം? പിക്ചർ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കാണുന്നുണ്ടോ? ജസ്ന, മുബീന കാണുന്നില്ല അല്ലേ? ലൈറ്റിന്റെ ഓപ്പോസിറ്റ് നിന്നാലേ കാണില്ല. ഓപ്പോസിറ്റ് ഒന്ന് നിൽക്കുവോ? ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഒന്ന് നിൽക്കാമോ? ലൈറ്റിന്റെ ഓപ്പോസിറ്റ് കുറച്ചും കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോവോ? കുറച്ചും കൂടി ലെഫ്റ്റ് സൈഡിലേക്ക്. ലൈറ്റ് ഒരു പ്രശ്നമാണ് അവിടെ. ലൈറ്റിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇവിടെ. ക്യാമറ ഒന്ന് തുടയ്ക്കാൻ പറ, അതുകൊണ്ടാ. ക്യാമറ ഒന്ന് തുടക്കാമോ? ഒന്ന് കൈയും വെച്ച് തുടയ്ക്കാതെ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തുടച്ചു നോക്ക്. ഇല്ല, അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ. ലൈവായിട്ട് ചെയ്യുന്നതല്ലേ, സാരില്ല.
സൈലൻസ് എന്ന് എഴുതിയിട്ടുണ്ട് ട്ടാ ബോർഡുമേ. ആ പിന്നെ ഇപ്പൊ കാണുന്നുണ്ടോ? നിങ്ങൾ പിക്ചർ കാണുന്നുണ്ടോ? ഒരു ബട്ടർഫ്ലൈ ആണ്. ആ, കാണുന്നുണ്ട് മനീജ. കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു. അപ്പൊ നമ്മളിവിടെ കാണുന്നത് ബട്ടർഫ്ലൈനെയാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ബട്ടർഫ്ലൈ ഒരു ഫ്ലവറിൽ വന്നിരിക്കുന്നു. ഇനി എല്ലാവരും മിണ്ടാതെ ഇരുന്ന് ചിത്രം ശ്രദ്ധിക്കുക. സൈലൻസ് ഗെയിം എന്നാണ് നമ്മുടെ ഗെയിമിന്റെ പേര്. അപ്പൊ സൈലന്റ് ആയിട്ട് നമ്മൾ ചിത്രം 2 minutes നമുക്കൊന്ന് നിരീക്ഷിക്കാം ചിത്രം. ഓക്കെ മനീജ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മോളെ ആ ഡോറിന്റെ വശൂല അവിടെ ഒന്ന് നിക്കാമോ? അവിടെ ഒന്ന് നിന്നിട്ട് പ്രസന്റ് ചെയ്യാമോ? ഇപ്പൊ ഓപ്പോസിറ്റ് ആണോ? ആ ഓപ്പോസിറ്റ്. മനീജയുടെ ലെഫ്റ്റ് സൈഡ് നിന്നിട്ട് ലെഫ്റ്റ് സൈഡ് നിന്നാ മതി. ആ ലൈറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് മോളുടെ മുഖം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. അതെ, ക്യാമറ വെച്ചിരിക്കണോടത്ത് മനീജ നിക്ക്. ലൈറ്റിന്റെ അടുത്തായിട്ട് ക്യാമറ വെക്ക്. അപ്പൊ കറക്റ്റ് ആവും. ലൈറ്റിന്റെ അടുത്തായിട്ട് ക്യാമറ വെക്കാൻ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. മനേജ് അവിടെ റെഡി ആക്കട്ടെ. വേറെ ആരാണ് ആക്ടിവിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്? ഓക്കെ ആണോ മാം? നിങ്ങൾ നോക്കിയേ, ഓക്കെ ആണോ? ഇപ്പൊ പ്രശ്നമില്ലല്ലോ. പിക്ചർ ഒന്ന് കാണിക്കോ? പിക്ചർ കാണിക്കുമോ? ക്ലിയർ ഇല്ല, എന്നാലും അത് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവുന്നുണ്ട്. അത് മതി. അവിടെ വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. ചെയ്തോളൂ. സൈലൻസ് ഇരിക്കണം ഭാഗട്ടെ. അപ്പൊ നമുക്ക് ഗെയിം നമ്മുടെ ഇപ്പൊ നമ്മള് ഇതിൽ കാണുന്നത് ഒരു പൂമ്പാറ്റയാണ്. ആരും മിണ്ടാതെ ഇരുന്ന് ചിത്രം നിരീക്ഷിക്കുക. പൂമ്പാറ്റയുണ്ട്, ഒരു ഫ്ലവർ ഉണ്ട്, ഫ്ലവറിൽ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നുണ്ട്. ഇനി എല്ലാവരും മിണ്ടാതെ ഇരുന്ന് ചിത്രം 5 minute നിരീക്ഷിക്കാം നമുക്ക്. ഇപ്പൊ ചിത്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ചിത്രം എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ കുറെ നേരം നിങ്ങൾ പതുക്കെ പറഞ്ഞു അല്ലെ? നിങ്ങൾ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ തന്നെ നിങ്ങൾ പറഞ്ഞു അല്ലെ? ചിത്രം എന്താണ്, ചിത്രത്തിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു, പറഞ്ഞു. ഇനി നമുക്ക് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പകുതി സർക്കിൾ ആയിട്ട് നിൽക്കുക. നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികള് ഒരു സെമി സർക്കിൾ പോലെ നമ്മൾ പകുതി ഭാഗത്തായിട്ട് നമ്മൾ നിൽക്കാം. ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികള് മാറി നിൽക്കാം. അപ്പൊ നമുക്ക് സൈലന്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ ഈ ചിത്രം പിന്നെ നിരീക്ഷിക്കും. നമ്മൾ ചിത്രത്തിനെ കുറിച്ച് പതുക്കെ പറയാം. നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ നമ്മൾ ലോ വോയിസിൽ നമ്മൾ പറയാം ഈ ചിത്രം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും നേരം സൈലന്റ് ആയി നിന്നു അല്ലെ? നമ്മൾ സൈലന്റ് ആയി നിന്ന് ചിത്രം എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചു. അപ്പൊ ചിത്രത്തിൽ എന്തൊക്കെയുള്ളത് നമുക്ക് മനസ്സിലായി. ഒരു പൂമ്പാറ്റയുണ്ട്. ഒരു പൂമ്പാറ്റ ചിത്രത്തിൽ വന്നിരുന്ന് തേൻ നുകർന്ന് കുടിക്കുകയാണ്. എ ബട്ടർഫ്ലൈ ഇൻ ദ ഫ്ലവർ ടു പിക്ക് ദ നെക്ടർ. ഓക്കെ, നമ്മൾ ചിത്രത്തില് പൂമ്പാറ്റ വന്നിരുന്ന് പൂവിന്റെ തേൻ നുകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ സൈലന്റ് ആയിട്ട് കുറച്ചു നേരം നമ്മൾ ഇവിടെ ഇരുന്നു. സൈലന്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യാൻ പഠിച്ചു. നമ്മൾ എന്ത് വാച്ച് ചെയ്തു? നമ്മൾ ഒരു പിക്ചർ കണ്ട് അതിനെ കുറിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് നമ്മൾ വാച്ച് ചെയ്തു. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പഠിച്ചു അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പിക്ചർ നോക്കിയിട്ട് കോൺസെൻട്രേഷൻ ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നത് നമ്മൾ ഈ ഗെയിമിൽ നമ്മൾ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായില്ലേ? നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരുന്നു നിങ്ങൾ അല്ലെ? നമ്മൾ ചിത്രം കണ്ട് നമ്മൾ 5 minute നമ്മൾ ഒതുങ്ങി ചിത്രത്തിനെ വാച്ച് ചെയ്തു അല്ലെ?
അപ്പൊ ഇതൊക്കെ ഈ ഗെയിമിൽ നിന്ന് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ നമ്മൾ ഒരു 5 മിനിറ്റ് പ്രയർ ചൊല്ലായാൽ പോലും നമുക്ക് സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഒരു മൈൻഡ് നമുക്ക് ഈ ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ഉറക്കെ സംസാരിക്കാതെ പതുക്കെ നമ്മൾ സൗണ്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചു. അതുപോലെ നമുക്ക് സെൽഫ് അറ്റൻഷൻ ഉണ്ടായി. നമ്മൾ എങ്ങനെ നമ്മൾ ഒതുങ്ങിയിരുന്ന് നമ്മൾ വാച്ച് ചെയ്ത് ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒതുങ്ങിയിരുന്നത് വാച്ച് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം നമ്മൾ മിണ്ടാതിരുന്ന് നമ്മൾ മനസ്സിലെ ചിത്രം കണ്ട് നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ മനസ്സിൽ പറഞ്ഞു. അതൊക്കെയാണ് നമ്മൾ ഈ ഗെയിമിൽ നിന്ന് നമ്മൾ പഠിച്ചത്. മതിയോ മാം? മതി മതി മതി. ഓക്കെ ആണോ? ഓക്കെയാണ്. നല്ലായിരുന്നു. ഫ്രണ്ടില് കുട്ടികൾ ഉണ്ടായിരുന്നോ? മോളുടെ കുട്ടികൾ ഉണ്ടായിരുന്നോ? ഫ്രണ്ടില് കുട്ടികളില്ല. ഫ്രണ്ടില് ബെഞ്ച് മാത്രം. കുറെ ബാഗ് ഇരിക്കുന്നുണ്ട്. അത് കുട്ടികളെ സങ്കല്പിച്ചു. കുട്ടികളെ സങ്കല്പിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുള്ള പോലെ തന്നെ ഇത് പ്രസന്റ് ചെയ്തു. അതെ, ഓക്കെ. പറയുന്നത് പോലെ തന്നെ ഫീൽ ചെയ്തു. അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നന്നായിരുന്നു. അതെ, ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. വെരി ഗുഡ്. ഇനി ആരെയാണ് ആക്ടിവിറ്റിക്ക് റെഡി ആയിട്ട് വന്നിരിക്കുന്നേ? ആക്ടിവിറ്റി ചെയ്യാത്ത എത്ര പേരുണ്ട് അതിനകത്ത്? മാം സോറി, ഞാൻ കുറെ ദിവസം ക്ലാസ്സിൽ ഇല്ലായിരുന്നു. മാം ഞാൻ വേറൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എക്സാംസും പ്രോജക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല അറ്റൻഡ് ചെയ്യാനൊന്നും ക്ലാസ്. കണ്ടാ മതി, റെക്കോർഡ് ക്ലാസ് കണ്ടാ മതി. നമുക്ക് ആക്ടിവിറ്റി കൂടുതൽ ചെയ്യിപ്പിക്കുക ചെയ്തത് കേട്ടോ. നമ്മുടെ ഞാൻ 1-2 ക്ലാസ് കണ്ടുള്ളൂ. പക്ഷെ ആക്ടിവിറ്റി എന്ത് ബേസ്ഡ് ആണ്? എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് പ്രാക്ടിക്കൽ ലൈഫിനകത്തൊരു പാർട്ട് 1, അതായത് മൊഡ്യൂൾ 3 ഇത് വരുന്നത്. പാർട്ട് 1 പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ഇത് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന പലതരം ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അത് ഓരോരുത്തരും ചെയ്തു, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു. അവര് ആയിട്ട് എടുത്തിട്ട് അവര് തന്നെ പ്രസന്റ് ചെയ്തായിരുന്നു. അപ്പൊ ചെയ്യാത്ത ചിലവരുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ചെയ്തിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി നമുക്കത് ഫിനിഷ് ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്തൊരു ഏരിയ ഇനി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. ലാംഗ്വേജ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അടുത്ത നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഇത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലത്തെ ആക്ടിവിറ്റീസ് ആണോ നമ്മൾ ചെയ്യേണ്ടത്? അതെ. നമ്മൾക്ക് മെറ്റീരിയൽസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല, വന്നിട്ടില്ല. കുറച്ചുകൂടി മെറ്റീരിയൽസ് കിട്ടാനുണ്ട്. എന്നാൽ മാത്രമാണ് കാണിച്ചു തരാനായിട്ട് സാധിക്കുക. അപ്പോ കുട്ടികൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ദിവസം കഴിയുമ്പോ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആകുമ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആവുന്നത്ര മെറ്റീരിയൽസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവര് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ധാരാളം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് ചെയ്തത്. എല്ലാവരും ആക്ടിവിറ്റീസ് എല്ലാവരും ഓരോരുത്തർ വീഡിയോ ഒക്കെ അയച്ചു തന്നു. സ്പൂണിങ് ആക്ടിവിറ്റി, മാറ്റ് ഇരിക്കുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി സമയം കിട്ടുമ്പോൾ കേട്ടോ. നമുക്കത് വായിക്കുന്നതിനേക്കാളും കൂടുതൽ അത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം പ്രാക്ടിക്കൽ ആണല്ലോ. അതുകൊണ്ട് നമ്മളത് ചെയ്ത് തന്നെ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണെന്ന്. പറയുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഇതിന്. ഓക്കെ. അപ്പോ ഇനി ഇതിനകത്ത് വേറെ ആരാണ് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്? വേറെ ആരും വന്നിട്ടില്ലെന്ന് തോന്നണം അല്ലേ?
എടുത്ത് നോക്കി നിങ്ങൾ ബൗ ഫ്രെയിംസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് ആരെങ്കിലും ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് ഞാൻ അതിന്റെ ഡെമോ ഒരു ചെറിയ രീതിയിൽ കാണിച്ചു തരാം. നമുക്ക് അതിന്റെ റിബൺ ഇവിടെ അവൈലബിൾ അല്ല, എന്നിരുന്നാലും ഒരു ഇത് വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. മാം ഇത് സെൻസോറിയൽ ആപ്പറേറ്റസ് കഴിഞ്ഞോ? എന്താണ്? സെൻസോറിയൽ ആപ്പറേറ്റസ് ഈ ബൈനോമിയൽ ക്യൂബ്സ്, ട്രൈനോമിയൽ ക്യൂബ്സ്, അതൊക്കെ അതാണല്ലോ. സെൻസോറിയലും ജിഷമിസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ. മാം എടുക്കണത് ഏതാണ്? ലാംഗ്വേജ്? ഇല്ല, ലാംഗ്വേജ് ആയിട്ടില്ല. ലാംഗ്വേജ് തുടങ്ങിയിട്ടില്ല, അടുത്ത വീക്ക് തുടങ്ങുള്ളൂ. പ്രാക്ടിക്കൽ ലൈഫ് ചെയ്യണമല്ലോ. പ്രാക്ടിക്കൽ ലൈഫ്. രണ്ടും കമ്പൈൻ ചെയ്തിട്ടല്ലേ എഴുതുന്നത് കണ്ടിന്യൂസ് ആയിട്ട്? എന്താണ്? ജിഷ മിസ്സിന്റെയും മാമിന്റെയും കമ്പൈൻ ചെയ്തിട്ടല്ലേ എഴുതുന്നത്? കണ്ടിന്യൂഷൻ ആയിട്ടല്ലേ? റെക്കോർഡാണോ? റെക്കോർഡ് ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്നേ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. ആ, നിങ്ങളൊന്ന് പറയണം കേട്ടോ. ജിഷ മിസ് പറയണം. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ മിസ്സിനോട് പറയണം ഞാൻ എഴുതിപ്പിച്ചിട്ടുണ്ട്, ഇവിടം വരെയാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മിസ്സിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യണം മിസ്സിനോട്, അല്ലെങ്കിൽ പിന്നെ അത് മൊത്തം തെറ്റിപ്പോകും കേട്ടോ. മുബീന ഉണ്ടോ ഇവിടെ? മോന് വാശി പിടിക്കുക, കരയാണല്ലേ? ഓക്കെ, നമുക്ക് ജ്യോതിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അല്ലേ? ജ്യോതി ഇന്ന് വന്നല്ലേ ഉള്ളൂ. പറയാമോ ജ്യോതി, എന്താണ് അതിനകത്ത് പറയുന്നതെന്ന്? മാം ഇത് എനിക്ക് എന്താ ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവണില്ല. അൺഫാസ്റ്റനിങ് ഏതിനെ പറ്റിട്ടാണുള്ളത് ഇത്? അതായത് നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ബൗ ഫ്രെയിംസ് ഉണ്ട്, ഇത് കണ്ടില്ലേ? കണ്ടോ? ഓക്കെ. ഇത് ലേസ് ഫ്രെയിം ആണ്. കുട്ടികളെ ഷൂ കെട്ടുന്നതിന് വേണ്ടി നമ്മൾ പഠിപ്പിക്കൂലേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ഫ്രെയിം ആണ് ബൗ ഫ്രെയിം എന്ന് പറയുന്നത്. റിബൺ നമ്മൾ കിട്ടില്ലേ, റിബൺസ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, 2 സെക്കൻഡ്. റിജോ വന്നേ. നമുക്ക് പല പല ഫ്രെയിമുകൾ അവൈലബിൾ ആണ്, അപ്പോ നോക്കാം. 1 സെക്കൻഡ്. കാണുന്നുണ്ടോ? അതാണ് ബൗ ഫ്രെയിം. റിബൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ റിബൺസ് ശരിയായ വിധത്തിൽ കുട്ടികളെ കൊണ്ട് എന്തിനാണ് ടൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം അത് കെട്ടാനായിട്ട്. അത് കുട്ടികളുടെ തലയിലൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ, റിബൺസ് ഒക്കെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴുത്തിലൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ
നമ്മൾക്കിത് അറിയാനായിട്ട് പറ്റും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഞാൻ ഇവിടെ ഷൂ ലേസ് ആണ്, ഇവിടെ ലേസ് ഫ്രെയിം ആണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് 2 എണ്ണം ആദ്യം എടുക്കുക, അതിനുശേഷം രണ്ടും തുല്യ അളവിൽ എടുക്കാം കേട്ടോ. അങ്ങനെ ക്ലിയർ ആവണമെന്ന് തോന്നുന്നില്ല. ദെൻ ഇത് കെട്ടുക, ഒരു കെട്ട് കെട്ടുക. ദെൻ വീണ്ടും ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് 2 വശവും കൂടി കൂട്ടിപ്പിടിക്കുക. എന്നൊക്കെ അറിയാവുന്നത് തന്നെയാണ് കേട്ടോ. ദെൻ വീണ്ടും എന്ത് ചെയ്യാം, ഇത് ഒരു കെട്ടും കൂടി കെട്ടുക. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, അതിന്റെ ഒരു സ്ട്രക്ചർ കിട്ടുക. അത് ഇങ്ങനെയാ കിട്ടുക, ഇങ്ങനെ കിട്ടും. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് അഴിക്കാനും പറ്റും. ഒരൊറ്റ വലിച്ചാൽ എന്ത് പറ്റും, അത് അഴിഞ്ഞും പോരും. നമുക്കറിയാം, നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് എന്ത്, ബൗ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അൺഫാസ്റ്റനിങ് ആയിട്ട് സ്പീഡ് വളരെ കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നേരിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ക്ലിയർ ആവുക. ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാനേ നിർവാഹമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഇവർക്കൊക്കെ അറിയാം, ജ്യോതി ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ലേസ് ഫ്രെയിം ആണ്. പലതരത്തിലുള്ള ഫ്രെയിംസ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, അതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി എന്തൊക്കെ ഫ്രെയിംസ് ഉണ്ട്. എല്ലാരും വുഡിലാണ്, വുഡ് ഉണ്ടാവും കേട്ടോ. ഫ്രെയിം ആയിട്ട് വുഡ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ ഇതിനത് അവൈലബിൾ അല്ല. ഇത് സാധാ ഒരു ലേസ് ഫ്രെയിം ആണ്. ഏകദേശം ക്ലിയർ ആയോ ജ്യോതിക്ക്? യെസ് മാം, ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആയി അല്ലേ? ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നതാണ് കുട്ടികളെ കൊണ്ട്. അതായത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്, കുട്ടികളുടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ മസിൽസ്, അതുപോലെ തന്നെ ഫിംഗർ, അതിന്റെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അവർ തനിയെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരെയും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവരെല്ലാനും തനിയെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് കുട്ടികളെ ഈ രീതിയിൽ പഠിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണത്. അതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ഒരു നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതില് PDF ഈ ഒരു കിട്ടുന്ന സംഭവം എങ്ങനെയാണ്, വിരൽ ഉപയോഗിച്ച് തമ്പ് ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതി എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? പോകാം. യെസ് മാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇതിനകത്ത് ഭയങ്കര കുറച്ച് ഹാർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മതി ഇതെന്താണെന്ന്. നെക്സ്റ്റ് വാഷിംഗ് ഹാൻഡ്സ് ആണ്. പിക്ചർ കാണുന്നുണ്ടോ? യെസ്. റിജോ നോന്നേ. വന്നു വേണ്ട ആവശ്യം. മറ്റേതെടുത്തിട്ടാണ് എന്ത് ചെയ്യും, കൊടുക്കണ്ട. ഓക്കെ, വാഷിംഗ് ഹാൻഡ്സ്. വാഷിംഗ് ഹാൻഡ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ PDF കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണം, പിന്നെ ഒരു സ്മോൾ ബേസിൻ വേണം, ഒരു സോപ്പ് അല്ലെങ്കിൽ എന്താ പറയുക സോപ്പ് ഡിഷ് വിത്ത് സോപ്പ്, അതായത് സോപ്പ് ഡിഷും അതുപോലെ ഒരു സോപ്പും വേണം. അതുപോലെ ഒരു സ്മോൾ ഡിഷ്, നെയിൽ ബ്രഷ്, ഹാൻഡ് ടവല്, അതുപോലെ തന്നെ ഡ്രൈയിങ് ക്ലോത്ത്സ്, ബക്കറ്റ് ആൻഡ് എ ക്ലോത്ത് ഫോർ വൈപ്പിംഗ്, ജഗ്. ഇത്രയും കാര്യങ്ങളാണ് കൈ കഴുകുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളെ കൈ കഴുകാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം എല്ലാ മെറ്റീരിയൽസും, ഇപ്പൊ ജ്യോതി ഇല്ലാത്തത് കൊണ്ടാണ് അറിയാതെ, നമ്മൾ എല്ലാ മെറ്റീരിയൽസും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു ടേബിളും കൊടുക്കും, അതുപോലെ തന്നെ ഒരു മാറ്റും കൊടുക്കും.
ടേബിൾ എന്തായാലും ഉണ്ടാകും, അല്ലെങ്കിൽ താഴെ ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഫ്ലോറിലായിരിക്കും ചെയ്യുക. എന്തായാലും ഒരു മാറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മാറ്റിന് മീതെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്തും വെക്കുക. നമ്മൾക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നുവോ ആ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാറ്റ് വിരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആക്ടിവിറ്റി ചെയ്യുക. അപ്പൊ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം കുട്ടി മാറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ജഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ബേസിൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സോപ്പ് കൊടുത്തിട്ടുണ്ട്, സോപ്പ് വെക്കാനുള്ള പാത്രം കൊടുത്തിട്ടുണ്ട്, ആ ജഗ്ഗില് വാട്ടർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ആ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ആ കുട്ടിക്ക് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടി ഒരു അപ്രോൺ ധരിച്ചിട്ടുണ്ട് കേട്ടോ, അതായത് കൈ കഴുകാണല്ലോ, അപ്പൊ വെള്ളമൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മേത്തൊന്നും ആകാനായിട്ട് പാടില്ല. അതുകൊണ്ട് കുട്ടിയുടെ ഡ്രസ്സ് നല്ല നീറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്രോൺ ധരിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടി ആദ്യം മാറ്റ് വിരിക്കുന്നു, ദെൻ അതിനുശേഷം ജഗ് വെക്കുന്നു, ബേസിൻ വെക്കുന്നു, അതുപോലെ സോപ്പ്, പിന്നെ സോപ്പ് വെക്കാനുള്ള ഒരു പാത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി അറേഞ്ച് ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം എന്താ കുട്ടി ചെയ്യുന്നേ? നമ്മുടെ സ്ലൈഡിലുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നേ. അതിനുശേഷം കുട്ടി ജഗ്ഗിലുള്ള വെള്ളം, അതായത് ജഗ്ഗിൽ നിറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം കുട്ടി അല്ലെ ആ ജഗ് കുട്ടി എടുക്കുകയാണ്. കുട്ടി ജഗ് എടുക്കുന്നത് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ജഗ്ഗിന്റെ ഒരു പിടി ഉണ്ടാവുമല്ലോ, അതുമ്മ പിടിക്കുന്നത് കേട്ടോ. ദെൻ ലെഫ്റ്റ് ഹാൻഡ് കുട്ടി അതിന്റെ സ്പൗട്ടിന് കീഴെ എന്ത് ചെയ്യുന്നു, പിടിക്കുന്നു. അപ്പോ രണ്ടു വശവും ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉപയോഗിച്ചിട്ടാണ് ജഗ് പൊക്കുന്നത് കുട്ടി. രണ്ട് ഇതും കൈ കൊണ്ട് പൊക്കുന്നുണ്ട്. കാരണം കുട്ടിക്ക് ഒരു കൈയില് പൊക്കിയാൽ കുട്ടിക്ക് ബാലൻസ് കിട്ടില്ല, ജഗ് ചിലപ്പോൾ താഴെ വീണ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ട് കൈ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി ജഗ് എടുത്ത് പൊക്കുന്നുണ്ട്. എന്നിട്ട് ആ ജഗ്ഗിലെ വെള്ളം കുട്ടി എന്ത് ചെയ്യുന്നു, ബേസിലിൽ ഒഴിക്കുന്നു കേട്ടോ. ബേസിലിൽ ഒഴിക്കുന്നു. ബേസിലിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജഗ് ആ സ്ഥാനത്ത് തന്നെ അവിടെ വെക്കുന്നു. എവിടെയാണോ ജഗ് ഇരുന്നത് അവിടെ തന്നെ കുട്ടി ആ ജഗ് വെക്കുന്നു. ദെൻ ബേസിലിൽ ഒഴിച്ച വെള്ളം ആ വെള്ളത്തിനുള്ളിൽ, അതായത് ബേസിലിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇനി കുട്ടി രണ്ട് കൈയും, കുട്ടിയുടെ കൈയാണ് കഴുകുന്നത് അല്ലെ, കുട്ടിയുടെ രണ്ട് കൈയും ആ ബേസിൽ മുക്കുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുന്നു. ഞാൻ രണ്ട് കൈയും എടുക്കുന്നു. കൈ എടുത്തിട്ട് വലത് കൈയും കൊണ്ട് സോപ്പ് എടുക്കുന്നു. ഇടത് കൈ ആദ്യം കുട്ടി നനച്ചല്ലേ, രണ്ട് കൈയും കുട്ടി നനച്ചു, അതിനാണ് വെള്ളം ഉപയോഗിച്ചത്. അതിനുശേഷം റൈറ്റ് ഹാൻഡ് കൊണ്ട് സോപ്പ് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാണ്, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് എന്താണ് അവിടെ മൊത്തം വാഷ് ചെയ്യാണ്. ഓക്കെ, മൊത്തം കുട്ടി അത് പതപ്പിക്കുക. സോപ്പ് ഉപയോഗിച്ച് എത്രയാണോ പദം വരുന്നത് അതിന്റെ അത്ര എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി മൊത്തം നന്നായിട്ട് കഴുകുന്നുണ്ട്. കഴുകുന്നത് വെറുതെ അല്ലട്ടോ കുട്ടി കഴുകുന്നേ, അതായത് ഓരോ വിരലുകൾക്കിടയിലും നമുക്കറിയാം കൈ കഴുകേണ്ട ഒരു രീതി ഉണ്ട് അല്ലെ. ഇത്ര സെക്കൻഡ് വീതം എന്ത് ചെയ്യണം, ഒരു 30 സെക്കൻഡ് വീതം എന്ത് ചെയ്യണം, നമ്മൾ ഓരോ വിരലിന്റെ ഇടയിലായിട്ടും സോപ്പും കൊണ്ട് നന്നായിട്ട് തേക്കണം അല്ലെ, നന്നായിട്ട് വാഷ് ചെയ്യണം ഓരോ വിരലിന്റെ ഇടയിലും. ആദ്യം നമ്മൾ ഈ ഒരു പോർഷനിൽ തേക്കും കേട്ടോ, സോപ്പ് ആദ്യം ഈ ഒരു പോർഷനിൽ തേക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇവിടെ തേക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൈയുടെ ഉള്ളിൽ തേക്കും. അതുപോലെ തന്നെ ഓരോ ഫിംഗറിന്റെ ഇടയിലായിട്ടും സോപ്പ് തേക്കുന്നുണ്ട്. ദെൻ അടുത്തത് നമ്മൾക്ക് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നെയിൽ ബ്രഷ് എടുത്തിട്ട് നെയിലിന്റെ ഇടയിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ, നമുക്കറിയാം വേസ്റ്റുകൾ അഴുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നഖത്തിന്റെ ഇടയിലൊക്കെ എപ്പോഴും ഉണ്ടാവും അല്ലെ. അപ്പോ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെയിൽ ബ്രഷ് എടുക്കുന്നു. സോപ്പ് കൊണ്ട് നന്നായിട്ട് ആ നെയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നെയിലിൽ എന്ത് ചെയ്യുന്നു, വാഷ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ദെൻ കുട്ടി അത് തന്നെ, അതായത് ആ ബ്രഷ് അല്ലെങ്കിൽ ആ ഒരു സോപ്പ് ഉപയോഗിച്ചു, ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ആണ് ചെയ്തതെങ്കിൽ പിന്നീട് ആ കുട്ടി ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് റൈറ്റ് ഹാൻഡ് ഇതുപോലെ തന്നെ കഴുകുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി നന്നായിട്ട് വാഷ് ചെയ്യുന്നു. വിരലുകൾക്കിടയിലൂടെ വാഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ നഖത്തിന്റെ ഇടയിൽ എല്ലാം ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ആ നെയിൽ ബ്രഷ് അവിടെ വെച്ചതിന് ശേഷം കുട്ടി കൈ രണ്ടും ഒന്നും കൂടി മുക്കുന്നു, ആ ബേസിൽ ഒന്നും കൂടി മുക്കുന്നു. തീർന്നിട്ടില്ല, ഒരു പ്രാവശ്യം മുക്കിയാൽ എന്ത് പറ്റില്ല, അഴുക്ക് പോവില്ല അല്ലെ. എന്ത് ചെയ്യും, അപ്പൊ ആ ഒരു അന്നേരത്തെ ആ ഒരു വാട്ടർ എന്ന് പറയുന്നത് വേസ്റ്റ് ആയി. കാരണം കുട്ടി ജസ്റ്റ് അതിനകത്തൊന്ന് മുക്കി, കൈ രണ്ടും മുക്കി, ആ വെള്ളം വേസ്റ്റ് ആയി. ദെൻ ആ കുട്ടി ആ ബേസിൻ എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് പകർത്തുന്നു. ആ വെള്ളം വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട്
വീണ്ടും ജഗ്ഗിൽ വെള്ളം എടുക്കുന്നു, ഒന്നും കൂടി ബേസിലോട്ട് ഒഴിക്കുന്നു, ദെൻ ഒന്നും കൂടി മുക്കുന്നു. കേട്ടോ, ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി കൈ വെള്ളത്തിൽ മുക്കുന്നുണ്ട്. അതിനുശേഷം കൈ നീറ്റ് ആൻഡ് ക്ലീൻ ആയി. ദെൻ കുട്ടി ഒരു ടവൽ എടുക്കുന്നു, ടവലും കൊണ്ട് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് തുടയ്ക്കുന്നു. ഓക്കെ, ദെൻ ടവല് ആ സ്ഥാനത്ത് തന്നെ വെക്കുന്നു. ബേസിലുള്ള വേസ്റ്റ് വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ദെൻ എവിടെയാണോ മെറ്റീരിയൽസ് ഇരുന്നത്, ജഗ് എവിടെയാണ് ഇരുന്നത്, അല്ലെങ്കിൽ ബേസിൻ എവിടെയാണ് ഇരുന്നത്, സോപ്പ് എവിടെയാണ് ഇരുന്നത്, മാറ്റ് എവിടെയാണ് ഇരുന്നത്, കറക്റ്റ് സ്ഥാനത്ത് എവിടെ നിന്നാണോ കുട്ടി അത് എടുത്തുകൊണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുന്നു. ഇതാണ് വാഷിംഗ് ഹാൻഡ്സ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ. ഈ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാക്കിംഗ് ഓൺ ലൈൻ ആണ് കേട്ടോ. വാക്കിംഗ് ഓൺ ലൈൻ ഈ ഒരു ആക്ടിവിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് വെച്ചാൽ കുട്ടികളിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എലഗന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അവർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്കിംഗ് ഓൺ ലൈൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി നടത്തുന്നത്. അപ്പൊ നിങ്ങളൊരു പിക്ചർ കാണുന്നില്ലേ ഇവിടെ? നോക്കിയ പിക്ചർ, വേറൊരു പിക്ചർ കൂടി കാണിച്ചു തരാം. കണ്ടോ? ഒരു കുട്ടി, ഒരു പെൺകുട്ടി നടന്നു പോകുന്നു അല്ലെ? ലൈനിലൂടെ കൃത്യമായിട്ട് നടന്നു പോകുന്നു. ഓക്കെ, പിന്നെ അത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ ഒരു ആക്ടിവിറ്റി കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, കുട്ടികൾ പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എലഗന്റ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി നടത്തുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ ഇനി ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിനാദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് തറയിൽ, അതായത് ഫ്ലോറിൽ എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവിടെ ലൈൻ ആകാം, സർക്കിൾ ആവാം, സ്ക്വയർ ആവാം, എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്ലോറിൽ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലാഗുകൾ ഉപയോഗിക്കാം. ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, പതാകകൾ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാം കേട്ടോ. പതാകകൾ, ഫ്ലാഗ്സ് ഉപയോഗിക്കാം. സ്മോൾ ബെൽസ് ഉപയോഗിക്കാം. ചെറിയ ചെറിയ മണികൾ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാൻഡ് നിറച്ച ബാഗ്, മണ്ണ് നിറച്ച ബാഗുകൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബാഗുകൾ, അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്മോൾ ക്യൂബ്സ് ഫ്രം ദ പിങ്ക് ടവർ, അതായത് നമുക്കറിയാം പിങ്ക് ടവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളെ കൊണ്ട് എഴുതിച്ചാണ്. അതിനകത്തെ ക്യൂബുകള് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യാം. പിന്നെ ഷാർപ്പെയിൻ ഗ്ലാസസ്, അതായത് വലിയ വലിയ ഗ്ലാസുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാങ്ക് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ വുഡിന്റെ കഷ്ണങ്ങളാണ്. 2.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് വരെയുള്ള കനമുള്ള വുഡിന്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പീസസ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാണ് ഇത്ര സാധനങ്ങൾ ഈ ഒരു പിക്ചറിൽ? അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഫ്ലോറിൽ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്വയറോ ലൈനോ എന്തോ ആയിക്കോട്ടെ, അതൊരു കാര്യം നിങ്ങൾ ഷേപ്പ് അവിടെ വരയ്ക്കുക. വരച്ചതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്തിട്ട് കുട്ടികളോട് പറയാം, ആ ലൈനിൽ കൂടി നടക്കാനായിട്ട് കുട്ടികളോട് പറയാം. ആ ലൈനിൽ കൂടി മാത്രം, കാല് പുറത്തേക്ക് പോകാനായിട്ട് പാടുള്ളതല്ല. അതായത് ആ സർക്കിളിന്റെ ഉള്ളിലോ സർക്കിളിന് പുറത്തോ എന്ത് ചെയ്യാൻ പാടില്ല,
കാൽപാദം പോകാനായിട്ട് പാടുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നടത്തുന്നേ? കുട്ടികൾ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ നടത്തുന്നേ? ബാലൻസ് കിട്ടാൻ വേണ്ടി ക്രോസ് മോട്ടോർ സ്കിൽസ് പ്രോപ്പർ ആയിട്ട് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. കോൺസെൻട്രേഷൻ കൂടും കുട്ടികൾക്ക് പല കാര്യങ്ങളും ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികളെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ലൈനിലൂടെ മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അമ്പലത്തിലൊക്കെ ചില ആളുകളൊക്കെ ഒറ്റയടി വെച്ച് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെന്ന് കഴിഞ്ഞാല്. കാരണം ഒരേ ലൈൻ ഒരേപോലെയാണ് അവർ നടക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ ഒരു പാദം, ഒരു കാൽപാദം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ രണ്ടെണ്ണവും ഒരുപോലെ ചവിട്ടുന്നില്ല. ഒരെണ്ണം വെച്ച് കഴിഞ്ഞിട്ടാണ് മറ്റൊരെണ്ണം വെക്കുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണ് വാക്ക് ചെയ്യുന്നത് അവര്. അപ്പൊ ആ ലൈൻ അവർ കംപ്ലീറ്റ് ചെയ്യണം. ചിലപ്പോൾ ടീച്ചർ പറയാം ഒരു 3-4-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാനായിട്ട് കുട്ടികളോട് പറയാം. കുട്ടി അത് കൃത്യമായിട്ട് ചെയ്തു വന്നാല് അവൻ ആ ഒരു ബാലൻസ് കിട്ടുന്നതായിരിക്കും. പെർഫെക്റ്റ് ആയിട്ടുള്ള ബാലൻസ് അവനിൽ ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ നേരവണ്ണം അല്ലെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ആ കുട്ടിയുടെ കയ്യിൽ ആ കുട്ടി അവിടെ ഒരു ലൈൻ, ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പല പല ലൈനുകൾ അവിടെ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ കൂടെ മാത്രമാണ് ആ കുട്ടിക്ക് നടക്കാനായിട്ട് റൈറ്റ് ഉള്ളത്. വേറൊരു വഴി കൂടി എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാനായിട്ട് പാടില്ല. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില കുട്ടികൾക്ക് ഫ്ലാഗ് കൊടുക്കാം. ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ആ ലൈനിലൂടെ നടക്കാനായിട്ട് പറയാം. ചില കുട്ടികൾക്കാണെങ്കിൽ ബെൽസ് കൊടുക്കാം. ചില കുട്ടികളാണെങ്കിൽ ചില ചെറിയ ചെറിയ സാൻഡ് നിറച്ച ബാഗുകൾ കൊടുക്കാം. ചില കുട്ടികൾക്ക് ക്യൂബ്സ് കൊടുക്കാം. ചില കുട്ടികൾക്ക് ബാസ്ക്കറ്റ് കൊടുക്കാം. ഇനി മറ്റു ചില കുട്ടികൾക്കാണെങ്കിൽ ഗ്ലാസ് കൊടുക്കാം. ഈ കുട്ടിക്ക് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പിക്ചറിൽ കാണുന്ന കുട്ടിക്ക് ഗ്ലാസ്, അത് ചെറിയ ഗ്ലാസ് അല്ല, ഷാംപെയിൻ ഗ്ലാസസ് ആണ്. വലിയ വലിയ നീളമുള്ള ഗ്ലാസസ് ആണ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യൂബ്സുകൾ കൊടുക്കാം. അപ്പൊ ഇതെന്ത് ചെയ്യണം, കുട്ടികൾ ഇത് താഴത്ത് വീഴ്ത്താതെ എന്ത് ചെയ്യണം, ഓർഡർ ആയിട്ട് അത് അല്ലെങ്കിൽ ആ ലൈനിൽ കൂടെ തന്നെ അത് കൊണ്ടുവരാനായിട്ട്, ക്യാരി ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതാണ് ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതപ്പോ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ എന്താ പറയുക, വിൻ ചെയ്തു, അല്ലെങ്കിൽ കുറെ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് തന്നെ, അതായത് ഞാൻ ജയിച്ചു അല്ലെങ്കിൽ എന്താ പറയാ, അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് ചെയ്യാനായിട്ട്. എല്ലാവരും കൂടി ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം ആരാണ് പോവുക, ആദ്യം ആരാണ് ആ ഗ്ലാസ് വീഴ്ത്താതെ പോകുക, അല്ലെങ്കിൽ ആ ബെല്ല് താഴെ വീഴ്ത്താതെ ആരാണ് പോവുക എന്നുള്ളൊരു ചിന്ത അവരിൽ വരും. അപ്പൊ അത് നന്നായിട്ട് അവര് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് വർക്കിംഗ് ഓൺ ലൈൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഓക്കെ, മറ്റേത് No. അടുത്തൊരു ആക്ടിവിറ്റി ആണ്. നമുക്ക് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. എന്താ പറയാ, 2 പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് വരുന്നത് കേട്ടോ. ഇതൊന്ന് വായിച്ചു നോക്കാം, 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യാം.
വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തായിരുന്നോ? റീഡ് ചെയ്തോ? ആരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യത്? ഇൻവൈറ്റിംഗ് സംവൺ പ്രസന്റേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഈസി അല്ലേ? മാം, ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ആള് വന്ന, ഒരു ഗസ്റ്റ് വന്ന എങ്ങനെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ സംസാരം തുടങ്ങേണ്ടത്, പിന്നെ ലിസണിങ്, അത് നോക്ക് ചെയ്യുമ്പോൾ നമ്മൾ അലേർട്ടായിരിക്കണം. ആരാണ് ആരെങ്കിലും വാതിൽ മുട്ടുന്നുണ്ടോ, അറ്റൻഡ് ചെയ്യാം. അപ്പോ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ നോക്ക് ചെയ്തു ഡോറ്. അപ്പോ ഡെമോൺസ്ട്രേറ്റർ പോയിട്ട് ശ്രദ്ധിച്ചു, ഫസ്റ്റ് നോക്ക് ചെയ്യുന്നുണ്ടോ, ആക്ഷൻ നോക്കി പോസ് ചെയ്തു. അവിടെ എന്തോ ചെയ്യുന്ന ആക്ഷൻ പോസ് ചെയ്തിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പോയി. എന്നിട്ട് ഓപ്പൺ ചെയ്തു ഡോറ്. വിസിറ്ററിനെ നോക്കി കണ്ടിട്ട് ഗ്രീറ്റ് ചെയ്തു, ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഹൗ ഡു യു ഡു ചോദിച്ചു, ആൻഡ് മേ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചു. അപ്പോൾ വിസിറ്റർ പറഞ്ഞു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോ ഡെമോൺസ്ട്രേറ്റർ ഹാപ്പി ആയിട്ട് പറഞ്ഞു, യെസ് ഐ എം ഗ്ലാഡ് ടു സീ യു, വോണ്ട് ടു കം ഇൻ. അപ്പോ ഒരു സ്റ്റെപ്പ് ബാക്ക് വെച്ചിട്ട് വിസിറ്ററിനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. പിന്നെ അവർക്ക് ഗൈഡൻസ് കാണിച്ചു കൊടുത്തു എവിടെയാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് ഇൻവൈറ്റ്സ് ദ വിസിറ്റർ ടു ബി സീറ്റഡ്. സോ ഇതൊന്ന് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഓഫ് എറർ ടീച്ചറാണ്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയ ജ്യോതി ഒന്ന് വായിച്ചേ. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും എയിംസും എന്താണെന്ന് നോക്കിയേ. ഇവിടെ എല്ലാത്തിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിന്റെ ഉദ്ദേശം കൊടുത്തിട്ടുണ്ട്, എന്തിനു വേണ്ടി. എല്ലാ ആക്ടിവിറ്റിയിലും എന്റെ എയിം കൊടുത്തിട്ടുണ്ട്, എന്താണ് കൺട്രോൾ ഓഫ് എറർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇതിനകത്ത് എന്താ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ എയിംസും എന്താ തന്നെ? Listening for the knock on the door, interesting assortment of reasons for the visit. Interesting ആണോ മാം അവിടെ? ഇൻട്രസ്റ്റിംഗ് ആണ്. Interesting assortment of reasons for the visit. Listening മനസ്സിലായി. Interesting assortment എന്താണ്? അതായത് വിസിറ്റിന്റെ കാരണം, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശം ഒന്നും ഉണ്ടാവില്ലേ, എന്തുദ്ദേശത്തോടു കൂടിയാണ്, പർപ്പസോട് കൂടിയാണ് വന്നിരിക്കുന്നതെന്ന്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എയിംസ് വന്നിട്ട് റിഫൈൻമെന്റ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഒരു എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ, ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ വന്നാലും ഒരു വിസിറ്റർ വന്നാലും എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഹൗ ടു ഗ്രീറ്റ് ദം പൊലൈറ്റ്ലി ആൻഡ് ഗുഡ് മാനേഴ്സ്. എന്താണ് സെയിങ്, വിഷിംഗ് ഗുഡ് മോർണിംഗ്, താങ്ക് യു അല്ലെങ്കിൽ സോറി,
അങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ പഠിക്കുക. റിഫൈൻമെന്റ് ഓഫ് സോഷ്യൽ എറ്റിക്വറ്റ്സ്. എറ്റിക്വറ്റ്സ് പറയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരെ ആദരിക്കേണ്ടത്, അതാണ് സോഷ്യൽ എറ്റിക്വറ്റ്സ്. എവിടെയാണ് സീറ്റിംഗ് കാണിച്ചു കൊടുക്കേണ്ടത്, എന്താണ് വേണ്ടത് ചോദിക്കുക, വെള്ളമാണോ, ചായയും കാപ്പി അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമല്ലോ, അതൊക്കെ സോഷ്യൽ എറ്റിക്വറ്റ്സ് വരും. പിന്നെ ഇൻക്രീസിങ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഇൻക്രീസിങ് റെസ്പെക്ട് ഫോർ അതേഴ്സ്, ഇൻക്രീസിങ് തന്നെയാണോ അവിടെ വരുന്നത്? അതെ 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 അതെ, കൂടുതലല്ലേ ചെയ്യണേ. മറ്റുള്ളവരോടുള്ള ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻക്രീസ് ആവുന്നു എന്നാണ് അർത്ഥം വരെ അവിടെ. ഷോയിങ് റെസ്പെക്ട് ഫോർ അതേഴ്സ്, അതാണ് പിന്നെ വേരിയേഷൻസ് വരുന്നത് ഇൻട്രൊഡ്യൂസിങ് പീപ്പിൾ ടു ഈച്ച് അതർ. എല്ലാവരെയും എന്താണ്, അതായത് കുട്ടികൾക്ക് ആവുമ്പോൾ ഇങ്ങനെ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഓരോരുത്തരെയും പുതുതായിട്ട് പരിചയപ്പെടാൻ, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, അവരെ എന്താ പറയാ, ഓരോ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനൊക്കെ സാധിക്കുന്നു. ലാംഗ്വേജ് വരുന്നത് കുറെ ലാംഗ്വേജസ്, അതായത് ഗുഡ് മോർണിംഗ്, ഹൗ ഡു യു ഡു, മേ ഐ ഹെൽപ്പ് യു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ആക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് വേരിയേഷൻ വരുന്നത്. ലാംഗ്വേജ്, ഏജ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ഓഫ് എറർ ഉണ്ട്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, എയിം ഉണ്ട്. നമുക്കിതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എയിം ആണ് കേട്ടോ. അതായത് നമ്മളൊരു ആക്ടിവിറ്റി നമ്മളൊരു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിക്കാം. ഒരു എക്സാമിനായാലും ചോദിക്കാം, എന്താണ് അതിന്റെ പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ എയിം എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എയിം അറിഞ്ഞിരിക്കണം. പല ആക്ടിവിറ്റീസും നമ്മൾ കണ്ടു, പല പല എയിമുകളാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾക്ക് എയിം കാണാൻ കഴിയുന്നത് റിഫൈൻമെന്റ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഗുഡ് മാനേഴ്സ്, അതുപോലെ സോഷ്യൽ എറ്റിക്വേറ്റ്സ്, അതായത് സാമൂഹികമായിട്ടുള്ള മര്യാദകൾ. കുറെ ആളുകളോട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ധാരാളം മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ. അതുപോലെ റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പാർട്ട്? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? എനിക്കൊന്ന് അറിയണോ അത്. എങ്ങനെയുണ്ടായിരുന്നു? മുബീനയ്ക്കാണല്ലോ ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. സബീക്ക, എന്തുമാ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പാർട്ട്? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു നല്ല പാട്ടാണ് ഇത് കഴിഞ്ഞിട്ട്? അപ്പൊ ആദ്യം സ്കൂളിലൊക്കെ പോകണമെന്ന് കരുതി. അപ്പൊ എന്താ അവിടെ ചെയ്യാ, എന്താ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ നല്ല ഐഡിയ വന്നു. എങ്ങനെയാണ് ഒരു മോണ്ടിസോറി സ്കൂളിൽ എങ്ങനെയാണ് ഒരു മറ്റേത് ഫസ്റ്റ് നമ്മൾ തിയറി ഒക്കെ പഠിക്കുമ്പോൾ ഒരു സാധാ സ്കൂളിന്റെ അത്രേ തോന്നിയിരുന്നുള്ളൂ. ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും നമുക്കൊരു നല്ലൊരു ഐഡിയ, സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ള മനസ്സിലായി. നല്ല ക്ലാസ് ആണ്. ഏതൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാലും സ്കൂളിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയപ്പോൾ നമ്മളോട് ഒരു ആക്ടിവിറ്റി പറയാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മുബീനക്ക് ധൈര്യമായിട്ട് ചെയ്യാലോ. അതെ, കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും, അത് ഓരോ എക്യുപ്മെന്റ്സ് എന്താന്നുള്ള കാര്യവും. മറ്റേത് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഇപ്പൊ ഈ പിങ്ക് ടവർ അതൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടാലും ഇത് എന്താ ഒരു വല്ല ടോയാന്നുള്ളേ നമുക്ക് അറിയണ്ടാവുള്ളൂ. ഇപ്പൊ അത് നല്ല ഐഡിയ വന്നു. അതെന്തൊക്കെ ഒരു മോണ്ടിസോറി സ്കൂളിൽ ഉണ്ടാവുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മള് ചെയ്യണം, കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, അതൊക്കെ മനസ്സിലായി. നല്ല ക്ലാസ് ആണ്. നല്ല ടീച്ചേഴ്സും നന്നായിട്ട് പറഞ്ഞു തന്നു. മനസ്സിലായി. നല്ല ക്ലാസ്സാ. നന്നായിട്ട് വായിക്കണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് വായിക്കണം. ഇത് ആ ഒരു പാർട്ട് ഇട്ട് ഞാനിട്ട് ജിഷ മിസ്സിന്റെ തീർന്നു, സെൻസോറിയൽ ഏരിയ തീർന്നു. സെൻസോറിയല് മിസ് എടുത്തോണ്ടിരിക്കുന്ന ആ പോർഷൻ തീർന്നു നിങ്ങൾക്ക്? അതല്ലേ എടുത്തോണ്ടിരിക്കണം മിസ്? പിങ്ക് ടവർ, റൗണ്ട് സ്റ്റെയർസ്, അതൊക്കെ സിലിണ്ടേഴ്സ്, കളർ ടാബ്ലറ്റ്സ്, അതൊക്കെയാണ് എടുക്കുന്നത്.
Then സബീക്ക എങ്ങനെയുണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നോ? സബീക്കയാണ് ആദ്യം ആക്ടിവിറ്റി അയച്ചു തന്നത്, ഫസ്റ്റ് ടൈം അതെ. ഫോണിങ്. യെസ്. അതിനുശേഷം ഓരോരുത്തർ ചെയ്തു, എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആയോ? ചെയ്തപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല മാം. അത് ഫസ്റ്റ് ടൈം അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോയിട്ട് നമുക്കിത് ആദ്യം കേട്ടപ്പോ ഇതെന്താ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ, ഇത് എന്താ പറയുക, സ്പൂണിൽ നമുക്ക് കോരിയിടുക എന്നുള്ളത് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതിന്റെ ഓരോരോ സ്റ്റെപ്പായി നമ്മൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം കുട്ടികൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും കാണുമ്പോൾ നമ്മളെ വ്യൂവിലല്ലേ കാണുന്നത്, കുട്ടികളെ വ്യൂവിലല്ലല്ലോ ഇത് നോക്കി കാണുന്നത്. ഇങ്ങനത്തെ ഇത് പ്രാക്ടിക്കലിനൊക്കെ കരുതിയിരുന്നു, പക്ഷെ ഇപ്പൊ മനസ്സിലായി. പിന്നെ ഞാൻ സ്കൂളിൽ കൂടി ചെയ്തപ്പോ അവിടെയുള്ള കുട്ടികൾ ഇത് ഫ്രീ ടൈമിൽ ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് ബ്രേക്കിന് ശേഷം അവർക്ക് കുറച്ച് ഫ്രീ ടൈം ആയിക്കാരം. അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിലുള്ളതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അത് കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് കൂടി ഈ ക്ലാസ് കൂടി കേട്ടപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്കൂളിലൊന്നും ഈ മോണ്ടിസോറി അത്ര പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കൂടി നമുക്ക് ഈ എക്സ്പെരിമെന്റ് ഒക്കെ കുറേശ്ശെ ചെയ്യിപ്പിക്കാലോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ചെയ്തതുകൊണ്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ താങ്ക് യു. ജസ്ന, എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. കാരണം ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഇപ്പൊ കോൺസെൻട്രേഷൻ ആയാലും ഹാൻഡ് ഐ കോർഡിനേഷൻ അതെല്ലാം കിട്ടുന്നു നമുക്ക് മനസ്സിലായത് ഇപ്പൊ ഈ പ്രാക്ടിക്കൽസ് കൊണ്ട് തന്നെയാണ്. നന്നായിട്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനും ഇപ്പൊ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യിക്കുമ്പോ നമുക്ക് അതിൽ എന്തൊക്കെ നമ്മളും ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലെ? ഗ്രൂപ്പില്ലേ? അപ്പൊ ചെയ്യാത്ത ആളുകളുണ്ട് ഇതിനകത്ത്. ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിട്ട് ചെയ്യാത്ത ചിലപ്പോ ഒന്ന് കേറിയിട്ടുണ്ടാവില്ല തോന്നുന്നു. അപ്പൊ ഗ്രൂപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആരെങ്കിലും ചെയ്യാനായിട്ട്, അതായത് പെയിന്റിങ്ങുകളുള്ള ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് റെഡി ആയിട്ടൊന്ന് വരിക എന്നൊന്ന് ഗ്രൂപ്പിലൊന്ന് ഇൻഫോർമേഷൻ കൊടുക്കുക കേട്ടോ. നമ്മുടെ അത് കംപ്ലീറ്റ് ആവുമല്ലോ, നിങ്ങൾക്കും കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ മനീഷ നേരത്തെ ചെയ്തല്ലോ, അതുപോലെ തന്നെ ഇനിയും ആളുകൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്യാതെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് വീക്കില്, അതായത് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ലാംഗ്വേജ് ആണ് എടുക്കുന്നത് കേട്ടോ. ലാംഗ്വേജ് ഏരിയ ഇതുപോലെ തന്നെ പ്രാക്ടിക്കൽ വരുന്നതാണ്. ലാംഗ്വേജ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ജ്യോതി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണും കേട്ടോ, ഒന്ന് വായിച്ചൊക്കെ നോക്കുക. അപ്പൊ മറ്റു തിരക്കുകളൊക്കെ കഴിഞ്ഞോ? മറ്റു കോഴ്സിന്റെ തിരക്കുകൾ കഴിഞ്ഞോ? അത് കഴിഞ്ഞു. അസൈൻമെന്റ് ഒക്കെ കൊണ്ട് എഴുതാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ആക്ടിവിറ്റീസുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വായിച്ചു നോക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനകത്ത് പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എടുക്കുക. നമ്മുടെ PDF പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എടുക്കുക. ആക്ടിവിറ്റി എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ടേബിൾ വരെ വാഷ് ചെയ്തു. ടേബിൾ ആരായിരുന്നു വാഷ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സില്? മോനിഷ ടേബിൾ വരെ വാഷ് ചെയ്തു. ആ ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ചെയ്തു കേട്ടോ. കുട്ടികൾ ചെയ്തു നന്നായിട്ട് തന്നെ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണോ ഒരു ആക്ടിവിറ്റികളും ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ഫിംഗർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ ഹാൻഡ് എങ്ങനെയാണ് പോകുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഐയും അതുപോലെ തന്നെ ഹാൻഡ് തമ്മിലുള്ള കോർഡിനേഷൻ എന്താണെന്നൊക്കെ നമുക്ക് ആക്ടിവിറ്റി ചെയ്താൽ മാത്രമാണ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Thank you, ma'am. Good night.